നമസ്കാരം. നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് കരുതുക. അതൊരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ മതി. പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റായി അത് മാറും. കൊള്ളാമല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെബ്സൈറ്റ് നിർമ്മാണത്തെ അടിമുടി മാറ്റാൻ പോകുന്ന ഒരു പുതിയ AI വർക്ക്ഫ്ലോയെക്കുറിച്ചാണ്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. വെറുതെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് ഒരു വാചകത്തിൽ ടൈപ്പ് ചെയ്യുന്നു, പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ അതൊരു ലൈവ് വെബ്സൈറ്റായി മാറുന്നു. ഇതാണ് ഈ പുതിയ AI ടെക്നോളജിയുടെ പവർ. അപ്പോ പഴയ രീതിയും ഈ പുതിയ രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇടതുവശത്ത് കാണുന്നത് പഴയ രീതിയാണ്. ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും എടുക്കുന്ന കുറേയേറെ സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ വലതുവശത്തേക്ക് നോക്കിയേ, എല്ലാം സിമ്പിളാണ്. ആശയം കൊടുക്കുന്നു, AI ഡിസൈൻ ചെയ്യുന്നു, AI തന്നെ കോഡും എഴുതുന്നു. കഴിഞ്ഞു. വെറും 3 സ്റ്റെപ്പിൽ കാര്യം നടക്കും. ഇതിലും വലുതായി എന്തു വേണം? ശരി, അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്കതിന്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് തന്നെ കടക്കാം. അതായത്, നമ്മുടെ മനസ്സിലുള്ള ഒരു ചെറിയ ഐഡിയയെ AI എങ്ങനെയാണ് ഇത്ര മനോഹരമായൊരു ഡിസൈനാക്കി മാറ്റുന്നത് എന്ന് നോക്കാം. ഈയൊരു മാജിക്കിലെ ആദ്യത്തെ താരം ഗൂഗിളിന്റെ ഒരു ടൂളാണ്. പേര് സ്റ്റിച്ച്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. നമുക്ക് എങ്ങനത്തെ വെബ്സൈറ്റാണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞുകൊടുത്താൽ മതി. ബാക്കിയെല്ലാം സ്റ്റിച്ച് നോക്കിക്കോളൂ. ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്നത് പോലെയുള്ള വളരെ സിമ്പിളായൊരു പ്രോംപ്റ്റിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു AI പവേർഡ് CRM പ്ലാറ്റ്ഫോമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനുള്ളൊരു സോഫ്റ്റ്വെയർ. ഇതിന് എന്ത് റിസൾട്ടാണ് കിട്ടുന്നതെന്ന് നോക്കാം. സ്റ്റിച്ച് ആ പ്രോംപ്റ്റ് എടുത്തിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. ആദ്യം അതൊരു ഡിസൈൻ സിസ്റ്റം ഉണ്ടാക്കും. അതായത് വെബ്സൈറ്റിന് വേണ്ട നിറങ്ങൾ, ഫോണ്ടുകൾ, ബട്ടണുകളുടെ സ്റ്റൈൽ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഡാഷ്ബോർഡ്, കോൺടാക്ട് പേജ് പോലുള്ള പ്രധാന സ്ക്രീനുകൾ ഉണ്ടാക്കും. ഇതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ പിന്നീട് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. കണ്ടില്ലേ, ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. ഒരൊറ്റ മിനിറ്റിനുള്ളിൽ ഒരു പ്രൊഫഷണൽ ലുക്കുള്ള കറക്റ്റായി വർക്ക് ചെയ്യുന്നൊരു കൂട്ടം സ്ക്രീനുകൾ അടുത്ത സ്റ്റെപ്പിനായി റെഡിയായി. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോ ഒരു കിടിലൻ ഡിസൈൻ ഉണ്ട്. പക്ഷേ ഇതൊരു ചിത്രം മാത്രമല്ലേ? ഇതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതിനെ എങ്ങനെ ജീവനുള്ള, പ്രവർത്തിക്കുന്ന കോഡാക്കി മാറ്റും? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമ്മുടെ കഥയിലെ രണ്ടാമത്തെ ഹീറോയെ പരിചയപ്പെടാം. പേര് ആന്റിഗ്രാവിറ്റി. ഈ ഡിസൈനിന് ജീവൻ കൊടുത്ത് കോഡാക്കി മാറ്റുന്ന AI ടൂൾ ഇതാണ്. ഈ രണ്ട് ടൂളുകളെയും തമ്മിൽ കണക്ട് ചെയ്യാനായി നമുക്കൊരു സാധനം വേണം. അതിനെയാണ് API കീ എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. ഈ രണ്ട് ആപ്പുകൾക്ക് പരസ്പരം തിരിച്ചറിയാനും ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും വേണ്ടിയുള്ള ഒരു തരം സീക്രട്ട് പാസ്വേഡാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. പക്ഷേ ഈ ഡിസൈൻ ടൂളിനെയും കോഡിംഗ് ടൂളിനെയും കണക്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. പിന്നെ എപ്പോഴും ഈ ടൂളുകൾ ഒരുമിച്ച് സംസാരിച്ചോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൂളുകളെല്ലാം കണക്റ്റഡായി. ഇനി ആ മാന്ത്രിക നിമിഷം വരാൻ പോവുകയാണ്. ഡിസൈൻ ഒരു റിയൽ വർക്കിംഗ് വെബ്സൈറ്റായി മാറാൻ പോവുകയാണ്. കണക്ഷൻ റെഡിയായ സ്ഥിതിക്ക് അടുത്ത നിർദ്ദേശവും ഇതുപോലെ ഒരു സിമ്പിൾ ടെക്സ്റ്റ് പ്രോംപ്റ്റാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു Next.js വെബ്സൈറ്റാണ് ആവശ്യപ്പെടുന്നത്. അത് മോഡേൺ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോപ്പുലർ ടെക്നോളജിയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്ത് വേണമെന്നും അതിന്റെ ഡിസൈൻ എവിടെയാണെന്നും ആന്റിഗ്രാവിറ്റിയോടൊന്ന് പറഞ്ഞുകൊടുത്താൽ മാത്രം മതി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ റിസൾട്ട്. AI ഉണ്ടാക്കിയ ഡിസൈനും ബ്രൗസറിൽ നമ്മൾ കാണുന്ന ലൈവ് വെബ്സൈറ്റും തമ്മിൽ ഒരു വ്യത്യാസവും കാണാനില്ല. ഒരു പെർഫെക്റ്റ് കോപ്പി. ഇവിടെയാണ് ഈ ടെക്നോളജിയുടെ പവർ നമ്മൾ ശരിക്കും കാണുന്നത്. AI അതിന്റെ ജോലി 100% കൃത്യതയോടെയാണ് ചെയ്തിരിക്കുന്നത്. ഡിസൈനിലെ ഓരോ പിക്സലും ഒരു മാറ്റവുമില്ലാതെ കോഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ വർക്ക് ഫ്ലോ ശരിക്കും ഗംഭീരമാണ്. പക്ഷേ സ്വാഭാവികമായും ഇത് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ കോഡിന് എന്ത് ക്വാളിറ്റി ഉണ്ടാകും? എന്നാണിതിന്റെ ഭാവി? നമുക്കെല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്ന സംശയം ഇത് തന്നെയായിരിക്കും. AI ഇങ്ങനെ എഴുതിവിടുന്ന കോഡിന് ഒരു മനുഷ്യൻ എഴുതുന്ന കോഡിന്റെ അത്രയും ക്വാളിറ്റി ഉണ്ടാകുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ മൂന്നാമത്തെ AI ടൂൾ, ടെസ്റ്റ്സ്പ്രൈറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോമേറ്റഡ് ക്വാളിറ്റി ടെസ്റ്ററാണ്. AI എഴുതിയ കോഡിലെ തെറ്റുകളും ബഗ്ഗുകളുമൊക്കെ കണ്ടുപിടിക്കാൻ ഇത് സഹായിക്കും. ടെസ്റ്റ്സ്പ്രൈറ്റ് ഇതുപോലൊരു ക്ലിയർ റിപ്പോർട്ട് തരും. ഏതൊക്കെ ഭാഗങ്ങളാണ് ശരിയായി പ്രവർത്തിക്കുന്നത്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്നൊക്കെ ഇതിൽ കൃത്യമായി കാണിച്ചിരിക്കും. ഇത് കാണുമ്പോൾ ഒരു ഡെവലപ്പർക്ക് കോഡിലെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ശരിയാക്കാനും പറ്റും.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഡെവലപ്പർമാരുടെ ജോലി ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അവരുടെ ജോലി കൂടുതൽ എളുപ്പമാക്കുകയാണ്. ഒരേപോലത്തെ ബോറിംഗ് ജോലികളെല്ലാം എഐക്ക് കൊടുത്തിട്ട് ഡെവലപ്പർമാർക്ക് കൂടുതൽ പ്രധാനപ്പെട്ടതും ക്രിയേറ്റീവുമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നു. അപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഡിങ്ങിന്റെ അവസാനമാണോ, അതോ മനുഷ്യനും എഐയും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമോ? ഉത്തരം എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്: നമ്മൾ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്ന രീതി അതിനെ ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല, ഫോർ ഷുവർ.